നമ്മളിപ്പോൾ പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരി ബീച്ചിനോട് ചേർന്നിട്ടുള്ള സീസൈഡ് ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. സീസൈഡ് ഗസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൈഡ് ഗസ്റ്റ് ഹൗസിൻ്റെ എൻട്രൻസ് ആണിത്. ഇത് പോണ്ടിച്ചേരി ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സീസൈഡ് ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കടലിലേക്ക് ആണ്, സ്ട്രൈറ്റ് വ്യൂ. ഇതാണ് കടലിലേക്കുള്ള വ്യൂവിൻ്റെ കാഴ്ച. നല്ല മനോഹരമായിട്ടുള്ള ആ വാക്ക് വേയിലേക്ക് നേരെ തിരിഞ്ഞിട്ടാണ് വരുന്നത്. ഈ വാക്ക് വേയിൽ വണ്ടിയൊന്നും പോകത്തില്ല, നമുക്ക് നടക്കാനും കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ നടക്കാനിറങ്ങി. അപ്പോൾ നമ്മൾ സീസൈഡ് ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കടലും ഇവിടുത്തെ കാഴ്ചകളും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകളിലൂടെ വരും. ഇതാണ് സീസൈഡ് ഗസ്റ്റ് ഹൗസിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയ. ഇത് ഫ്രണ്ട് എൻട്രൻസ് ഏരിയയാണ്. ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത് നമ്മുടെ അരവിന്ദ ആശ്രമത്തിൻ്റെ അണ്ടറിലാണ് ഈ ഗസ്റ്റ് ഹൗസ് വരുന്നത്. നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത് ഇത് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സീ ഫേസിങ് റൂമിനൊരു റേറ്റും നോൺ സീ ഫേസിങ് റൂമിന് മറ്റൊരു റേറ്റുമാണ് മേടിക്കുന്നത്. നേരെ കാണുന്ന ബാൽക്കണിയൊക്കെ സീ ഫേസിങ് റൂമാണ്, റേറ്റ് കൂടുതലാണ്. നോൺ സീ ഫേസിങ് റൂമാണെങ്കിൽ റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മളിത് എൻക്വയറി ഇടുമ്പോഴത്തേക്ക് അവരതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അറൗണ്ട് ഒരു 3,000-4,000 റുപ്പീസ് ആ റേഞ്ചിൽ, 5,000 വരുന്ന റേഞ്ചിലുള്ള റൂംസുകളുണ്ട്. നമ്മൾ സൈഡ് സീ ഫേസിങ് റൂമാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് അങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ആ ഒരു ഏരിയ. അവിടെ ഒരു ലോൺ ഏരിയ ഒക്കെ ഉണ്ട്. ഇത് 3 നിലയുള്ളതാണ്. ഇതിൽ നമ്മുടെ കയറി വരുമ്പോൾ കാണുന്ന ലോൺ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നമ്മൾ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറി പോകുമ്പോഴുള്ള കാഴ്ച സൈഡിലെല്ലാം ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ വെളിയിൽ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കടലിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്തായാലും അകത്തോട്ടേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകളെന്ന്. പിന്നെ ഇവിടുത്തെ ഒരു വളരെ കാമായിട്ടുള്ള അരവിന്ദ ആശ്രമത്തിന് ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ബുക്ക് ചെയ്യുന്നവർക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയൊക്കെ വരുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് വഴി കയറി പോകും. അതുപോലെ തന്നെ ഈ സ്റ്റെയർ വഴി അങ്ങ് മുകളിലേക്ക് നമുക്ക് കയറി പോകാവുന്നതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന സമയത്ത് ആ പാർക്കിങ്ങും ആ ഒരു ലോൺ ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു ഏരിയയാണ്. ബാക്ക് സൈഡിലെ ഗേറ്റാണിത്. ഇതായി കാണുന്നത് ബാക്കിലുള്ള വ്യൂ ആണ്. ഇവിടെ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ്, ഈ സൈഡാണ് കൊണ്ട് പാർക്ക് ചെയ്തത്. ബിക്കോസ് ആ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വണ്ടി പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബാക്ക് സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മളിത് ഇതിനകത്ത് കൂടെ നേരെ അകത്തേക്ക് പോവുക. അപ്പോൾ നേരെ റിസപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ സറൗണ്ടിങ് റൂംസും എല്ലാം തന്നെ. അതായത് നമ്മളിങ്ങനെ നേരെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തെത്തി അരവിന്ദോ ആശ്രമത്തിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലിഫ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ മുകളിലേക്ക് ലിഫ്റ്റ് കയറി പോയി നോക്കാം. ഇവിടുന്ന് 2 നില കയറിയിട്ട് അവിടെ ഇറങ്ങി 3ാമത്തെ നിലയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും സൈഡിൽ നിന്ന് വീണ്ടും ഒരു ലിഫ്റ്റ് എടുത്ത് വേണം പോകാൻ. കാരണം പുതിയൊരു ബ്ലോക്ക് പണിഞ്ഞതിലാണ് 3ാമത്തെ നില. അല്ല, പടി കയറി നേരെ അങ്ങ് മുകളിലേക്ക് പോകാം. നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഏരിയ കൂടെ നടന്നിട്ട് നേരെ മുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ നേരെ കാണുന്ന റൂം എന്ന് പറയുന്നത് സീ ഫേസിങ് റൂമുകളുടെ ഒരു ഏരിയയാണ്. സീ ഫേസിങ് റൂമാണ് കാണുന്നത്. നമ്മളിവിടെ ഇവിടെ ഇറങ്ങി. നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് സീസൈഡ് ഗസ്റ്റ് ഹൗസിൽ നമുക്ക് കിട്ടുന്നത്. അരവിന്ദാശ്രമത്തിന് തന്നെ വേറെ ഒരുപാട് 2-3 ഗസ്റ്റ് ഹൗസുകൾ വേറെ ഉണ്ട്, അതും കൊള്ളാം. പക്ഷേ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഗസ്റ്റ് ഹൗസിൻ്റെ സറൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം. നമ്മുടെ റൂമിനകത്ത് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകൾ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. റൂമിൽ കയറുന്ന സമയത്ത് ഇതാണ് ബെഡ് റൂം. അത് 2 വ്യക്തികൾക്കാണ് നമ്മുടെ ഈ ബെഡിൻ്റെ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ അഡീഷണൽ പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ 600 രൂപ വെച്ച് അവിടെ പേ ചെയ്യണം. അവർക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. അപ്പോൾ എക്സ്ട്രാ ബെഡിന് 600 രൂപയാണ് പെർ ഡേ ചാർജ് വരുന്നത്. അത് നമ്മൾ പേ ചെയ്യണം അവിടെ. പിന്നെ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് GST എക്സ്ക്ലൂഡിങ് ആയിരിക്കും റേറ്റ് പറയുന്നത്. GST നമ്മൾ വീണ്ടും അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും ബില്ലിൻ്റെ കൂട്ടത്തിൽ. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മിനറൽ വാട്ടറും ബാക്കി കാര്യങ്ങളുമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ വ്യൂ. ബാത്റൂമിൽ കയറി അവിടെ നല്ല ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹീറ്ററുണ്ട്.
ബാത്റൂമിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് ഇതെല്ലാം. നല്ല വൃത്തിയായിട്ട് തന്നെ അവരത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ്, ടവല്, ബാക്കി കാര്യങ്ങൾ, ഹീറ്റർ, എല്ലാ സംവിധാനങ്ങളും ബാത്റൂമിനകത്തുണ്ട്. ഇതാണ് റൂമിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ച. പിന്നെ ബാൽക്കണി, നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. സൈഡ് സീ വ്യൂ ആണ് നമുക്ക് കിട്ടുന്ന ഈ റൂമിൽ നിന്ന്, നമ്മുടെ അടുത്ത റൂം. പക്ഷേ സീ ഫേസിങ് റൂമാണെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതെല്ലാം ഫുള്ളായിപ്പോയി. നല്ല തിരക്കാണ്. ഒരു 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ കാഴ്ച. ഇനി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങി ടെറസിൻ്റെ അവിടെ വരെ പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെറസിലേക്ക് പോകുന്ന ചെറിയ വഴിയുണ്ട്. അവിടെ എപ്പോഴും തുറന്നിരിക്കത്തില്ല, ഇടയ്ക്കൊക്കെ തുറന്നിരുന്ന സമയത്തൊന്ന് പോയി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി. ഒന്ന് മുകളിൽ കയറി നോക്കാം. അതുകൊണ്ട് കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ടെറസിലേക്ക് മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്നുള്ള കടലിൻ്റെ കാഴ്ചയും ആ പോണ്ടിച്ചേരിയുടെ മെയിൻ സ്ട്രീറ്റിൻ്റെ വ്യൂ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതാണ് സീസൈഡ് ഗസ്റ്റ് ഹൗസിൻ്റെ വ്യൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പോണ്ടിച്ചേരിയിൽ വരികയാണെങ്കിൽ നിങ്ങളിവിടെ റൂം ബുക്ക് ചെയ്ത് ഒരു ദിവസം സ്റ്റേ ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ളതാണ്. ആൽക്കഹോൾ ഫ്രീ, അതുപോലെ തന്നെ ഫാമിലി മാത്രം അവർ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതാണ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. ദെൻ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് ഇവിടെ അവൈലബിൾ. അപ്പോൾ ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലിലെ വ്യൂ ഇവിടെ നമുക്ക് കാണാം. അപ്പം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.